ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്. തിരുവനന്തപുരം മുതലപ്പൊഴി സ്ഥിരമായ ഒരു അപകടത്തുരുത്താണ്. ഓരോ വർഷവും നിരവധി ജീവനുകളാണ് അവിടെ പൊലിയുന്നത്. ഇന്നലെയാണ് തിരുവനന്തപുരത്തെ മുതലപ്പൊഴിയിൽ നിന്നും കാണാതായ 4 പേർ. ഇതിൽ 2 പേരെ കാണാതാവുന്നു. അവരിൽ ഒരാളുടെ മൃതദേഹം കിട്ടിയെന്ന വാർത്തയാണ് രാവിലെ പുറത്തു വരുന്നത്. ഫ്രീമോൻ്റെ മൃതദേഹമാണ് കിട്ടിയത്. കണ്ണാന്തുറയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഷിജിത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെയാണ് മുതലപ്പൊഴി അഴിമുഖത്ത് ശക്തമായ തിരച്ചിലിൽ വള്ളം മറിഞ്ഞ് 5 തെങ്ങ് സ്വദേശികൾ അപകടത്തിൽപ്പെട്ടത്. 4 പേരാണ് ആ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേരെ കാണാതാവുകയായിരുന്നു. തുടർന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ അടക്കമുള്ള സംവിധാനങ്ങൾ രക്ഷയ്ക്കെത്തിയാണ് തിരച്ചിൽ നടപടികൾ പുരോഗമിച്ചിരുന്നുകൊണ്ടിരുന്നത്. ഇതിൽ ഒരാളുടെ മൃതദേഹമാണിപ്പോൾ കണ്ടുകിട്ടിയത്. ഒരാളെ ഇതുവരെയും കണ്ടിട്ടില്ല. തെരച്ചിൽ നടപടികൾ തുടരുന്നു എന്നതാണ് സാഹചര്യം. എന്താണ് മുതലപ്പൊഴിയുടെ സവിശേഷത? നമുക്കറിയാം, മുതലപ്പൊഴി എന്നും ഒരു അപകട മുനമ്പാട്, നിരവധി ആക്ഷേപങ്ങൾ നേരിടുന്ന മേഖലയാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വിശദമായി നോക്കാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. മുതലപ്പൊഴിയിലുണ്ട് ഡാൻ കുര്യൻ. ഡാൻ, മുതലപ്പൊഴി നമ്മൾ ഡാൻ അടക്കം പലവട്ടം പോയി അവിടുത്തെ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഒരു അപകടം മുതലപ്പൊഴിയിൽ നിന്നും നമുക്ക് കാണേണ്ടി വരുമ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? തിരച്ചിൽ നടപടികൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് അവസ്ഥ? കാലവർഷം ശക്തമായതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കടൽ വീണ്ടും പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമുണ്ടായത്. അതിനിടെയാണ് നമ്മളിപ്പോൾ ഉള്ള മുതലപ്പൊഴിയിൽ, അതായത് സാധാരണയായി കടലാക്രമണം രൂക്ഷമാകുന്ന എല്ലാ കാലത്തും ഇവിടുത്തെ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ മൂലം വള്ളങ്ങൾ മറിയുന്നത് ഒരു പതിവായ സ്ഥലമാണ്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അങ്ങനെ തകർന്നു കിടക്കുന്ന ഒരു വള്ളമാണ് നമുക്ക് മുൻപിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് അങ്ങനെ ഈ കടൽ പ്രക്ഷുബ്ധമാകുന്ന ിടയിൽ മത്സ്യബന്ധനത്തിന് പോയ 5 തെങ്ങ് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വള്ളമാണ് മറിയുകയും അങ്ങനെ ആ ബോട്ടിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ആദ്യം കാണാതാകുന്നു. പിന്നീട് 4 പേരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെൻറ്റും ഒക്കെ ചേർന്ന് അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നു. പക്ഷേ 2 പേരെ കാണാതാകുകയായിരുന്നു. അവർക്ക് വേണ്ടി തെരച്ചിൽ ഉടൻ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ ഈ കടൽ വളരെ പ്രക്ഷുബ്ധമായിരുന്ന ഒരു സാഹചര്യമായിരുന്നതിനാൽ കേവലം മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും ഒക്കെ ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം കൊണ്ട് അവരെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല നിലനിന്നിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവിടേക്ക് കൂടുതൽ, അതായത് നേവിയുടെ ഉൾപ്പെടെ സഹായം തേടുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത്. പക്ഷേ ഒരു വശത്ത് വലിയ പ്രതിഷേധം കനക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ കണ്ണാന്തുറ ഭാഗത്ത് നിന്ന് ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളായ ഫ്രീമോൻ്റെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത്. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ശ്രീജിത്ത് എന്നാണ് പേര്. ശ്രീജിത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ മേഖലയിൽ കടലാക്രമണം രൂക്ഷമാകുന്ന എല്ലാ ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് കാലവർഷത്തിന് കെടുതിയേറുന്ന സമയങ്ങളിലൊക്കെ വള്ളം മറിയുന്നത് പതിവായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ കൃത്യമായ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയത ഈ പുലിമുട്ട് നമുക്ക് കാണാം. അത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഈ പുലിമുട്ട് തിര അടിച്ച് കയറാതിരിക്കുന്നതിന് വേണ്ടി പുലിമുട്ട് പല മേഖലകളിലായി തിരിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുലിമുട്ടുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായി ആഴം കുറയുന്നതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വെല്ലുവിളിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുതന്നെയാണ് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമായി പറയുന്നതും. അങ്ങ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരത്തായി കോസ്റ്റൽ പോലീസും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും മറൈൻ എൻഫോഴ്സ്മെൻറ്റും ഒക്കെ ചേർന്ന് ഈ കാണാതായ ശ്രീജിത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന തുടരുന്നുണ്ട്. ഈ മുതലപ്പൊഴി പാലത്തിന് സമീപത്തടക്കം അവർ കൃത്യമായി ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 3 ബോട്ടുകൾ, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെ കോസ്റ്റൽ പോലീസിൻ്റെ അടക്കം 3 ബോട്ടുകളുണ്ട്. ബൈനോക്കുലറുകൾ, മറ്റ് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ മൃതദേഹം കണ്ടെത്താൻ കഴിയും എന്നാണ് കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെൻറ്റും ഒക്കെ നൽകുന്ന വിവരം. അതോടൊപ്പം 5 തെങ്ങ് ഉൾപ്പെടെയുള്ള മറ്റ് സമീപ സ്ഥലങ്ങളിലെ തീരമേഖലകളിലും ഇവർക്ക് വേണ്ടിയുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം, അതുണ്ടാക്കുന്ന വെല്ലുവിളി വളരെ വലുതാണ്. അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഇവിടെ വ്യാപകമായി, അതായത് ഇത്തരം ഈ അശാസ്ത്രീയമായ നിർമ്മാണത്തിനൊരു പരിഹാരം കാണണം എന്ന ആവശ്യം തുടർച്ചയായി മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും അത് പ്രതിഷേധങ്ങൾക്ക് വഴിമാറുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് രമ്യ ഹരിദാസ് MLA നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി രമ്യ ഹരിദാസ്, ഈ
മുതലപ്പൊഴി ഒരു സ്ഥിരമായ അപകടത്തുരുത്താണ്. ഇപ്പോൾ താങ്കൾക്ക് പുതുതായി തന്നെ ആ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ അത്ര പരിചിതമായൊരു മേഖലയായിരിക്കില്ല. പക്ഷേ മുതലപ്പൊഴി ഒരു സ്ഥിരം അപകടത്തുരുത്താണ്. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു വെല്ലുവിളി ഉണ്ടാവും തന്നെ അത് സംബന്ധിച്ചുണ്ടാകുന്ന ആശങ്കകൾ ഒഴിവാക്കുക എന്നതാവാം. ഈ അപകടം ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് നമുക്ക് മുതലപ്പൊഴിയിൽ ഇടപെടാനാവുക? ഇപ്പം നമുക്കറിയാലോ, നേരത്തെ തന്നെ ഈ മുതലപ്പൊഴിയിൽ 89 പേരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കടലിന്റെ മക്കളുടെ മുതലപ്പൊഴിയിൽ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് വലിയ വേദനയോടുകൂടി ദുഃഖത്തോടുകൂടി ഒരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കുന്ന ഒരു പയ്യന്റെ 2 ചെറുപ്പക്കാരാണ് ആ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ തീരദേശ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. പക്ഷേ മുതലപ്പൊഴിയിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഏകദേശം ജൂൺ ജൂലൈ 2 മാസമായല്ലോ. ഇതിനോടകം തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ, അതായത് ഫിഷറീസ് മിനിസ്റ്ററും അതോടൊപ്പം തന്നെ തീരദേശവും കായലും കൂടി ചേരുന്നതുകൊണ്ട് ഇറിഗേഷൻ മിനിസ്റ്ററും 2 മിനിസ്റ്റർമാരും നേരിട്ട് സന്ദർശിക്കുകയും CWPRSന്റെ പ്രതിനിധികൾ വീണ്ടും വരികയും അവിടെ എന്തെങ്കിലും അശാസ്ത്രീയത ആ നിർമ്മാണത്തിൽ ഉണ്ട് എന്ന് ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അവരെല്ലാം വന്ന് ആ അശാസ്ത്രീയത പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും അടിയന്തരമായിട്ട് ഇടപെടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാർ നേതൃത്വത്തിൽ നിർദ്ദേശം കൊണ്ട് 2 ഡിപ്പാർട്ട്മെന്റുകളുടെയും സംയുക്ത യോഗം ഇതിനോടകം തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പൊഴിയുടെ പ്രദേശത്തുള്ള പ്രവൃത്തികൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക എന്നുള്ളതും അവിടെ അടിഞ്ഞുകൂടുന്ന മണ്ണും മണലും എടുത്തു മാറ്റാത്തത് വ്യാപകമായിരിക്കുന്ന ഒരു പരാതി മുൻകാലങ്ങളിലേ ഉണ്ടായിട്ടുണ്ട്, ആക്ഷേപങ്ങൾ. അപ്പം ഇപ്പോഴത്തെ സർക്കാർ ഈ 2 പ്രവർത്തനത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. വരാൻ പോകുന്ന നാളുകളിൽ ഇനി ഒരു അപകടം ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഇപ്പൊ പെട്ടെന്നുണ്ടായിരിക്കുന്ന രൂക്ഷമായിരിക്കുന്ന ഈ കാലാവസ്ഥാ സമയങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് അവർക്ക് കാലത്തെ മുൻകൂട്ടി നേരത്തെ തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടപടികളും എടുത്തിട്ടുമുണ്ട്. പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അടക്കം അവഗണിക്കപ്പെടുന്നത് അപകടത്തിന് ഇടയാക്കുന്നു. പ്രത്യേകിച്ച് ഈ മുതലപ്പൊഴി ഒരു അപകടത്തൊരുത്താണ്. കാരണം കായൽ മേഖലയിൽ നിന്നും ബോട്ട് ലാൻഡിംഗ് സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ വള്ളങ്ങൾ നിർത്തുന്ന ഇടത്തു നിന്നും കടലിലേക്ക് പ്രവേശിക്കുന്ന ആ അഴിമുഖത്താണ് ഈ പ്രതിസന്ധി ഉണ്ടാവുന്നത്. കടൽ തിര ഇങ്ങോട്ട് തെറിച്ചു വരികയാണ്. അപ്പോൾ ഇത്തരം അപകട ഇടങ്ങളിൽ പലപ്പോഴും മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ആളുകൾ പോകുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. ശരിയാണോ? അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഇപ്പോ ഇന്നലെ കാലത്തൊരു 7 മണി മുതൽ വൈകിട്ട് ഒരു 6:30 മണി വരെ ഞങ്ങള് ഇവിടെ തെരച്ചിൽ നടത്തുന്ന പ്രദേശത്ത് നിന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ സമയത്ത് പോലും ആ പൊഴിയിൽ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായിരിക്കുന്ന കടൽക്ഷോഭം തെരച്ചിലിന് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം കോസ്റ്റൽ CIയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇപ്പം എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, നമ്മുടെ വിഴിഞ്ഞം ഭാഗത്തു നിന്നും ഒരുപാട് പേരെ കാണാതായി എന്നുള്ള ഇന്നലെ സംസാരം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ ബോട്ടുകൾ പുറത്തു പോയവരത് എത്ര എണ്ണം തിരിച്ചു വന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇന്നലെ ഈ രാവിലെയും മുതൽ വൈകുന്നേരം വരെ ഉള്ളതിൽ. കാരണം കുറച്ചു പേരൊക്കെ മുതലപ്പൊഴിയിൽ നിന്ന് പോയവര് വിഴിഞ്ഞത്തും കൊല്ലത്തും ഒക്കെ ആയിട്ട് പോയിട്ട് ചെന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പോയിരിക്കുന്ന ബോട്ടുകളൊക്കെ ഈ അറിയിപ്പ് കിട്ടുന്നതിന് മുൻപാണോ പോയത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ഈ അറിയിപ്പ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാമെന്നുള്ളത് ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രി ഫിഷറീസ് മിനിസ്റ്റർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു വീഴ്ച ഇല്ലാത്ത രീതിയിലേക്ക്, കാരണം കൃത്യമായിട്ടുള്ള അറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.